ഞാൻ ഡോക്ടർ ജോൺ തയ്യൽ ജോൺ, ലൂർസ് ഹോസ്പിറ്റലിലെ ഓർത്തോപീഡിക് വിഭാഗം മേധാവിയായി സേവനമനുഷ്ഠിക്കുന്നു. ഓഗസ്റ്റ് 4 ബോൺ ആൻഡ് ജോയിൻറ്റ് ഡേ ആയിട്ട് ഇന്ത്യൻ ഓർത്തോപീഡിക് അസോസിയേഷൻ സെലിബ്രേറ്റ് ചെയ്യുന്നു. ഇതിൻ്റെ ഭാഗമായി 3 കാര്യങ്ങളാണ് തീമായിട്ട് ഇന്ത്യൻ ഓർത്തോപീഡിക് അസോസിയേഷൻ വെച്ചിരിക്കുന്നത്. ഒന്ന്, വൈകല്യങ്ങളുടെ പ്രിവെൻഷൻ, അസ്ഥിക്കുള്ള തേയ്മാനം മൂലമുണ്ടാകുന്ന വൈകല്യങ്ങളുടെ പ്രിവെൻഷൻ. രണ്ടാമത് സെൽഫ് മെഡിക്കേഷൻ എഗൻസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ. അതേപോലെ തന്നെ മൂന്നാമത്തെ കാര്യം സ്പോർട്സ് ഇഞ്ചുറീസിൻ്റെ ട്രീറ്റ്മെൻറ്റ്. അപ്പോൾ നമ്മൾ ആദ്യത്തെ ഇതിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ തേയ്മാനം കൊണ്ടുണ്ടാകുന്ന വൈകല്യങ്ങളെ എങ്ങനെ പ്രതിരോധിക്കാം, അതിനുള്ള യഥാർത്ഥത്തിലുള്ള ചികിത്സ എന്ത് ആണെന്നുള്ളതിനെക്കുറിച്ചാണ്. അതിനുള്ള ഒരു പബ്ലിക് അവയർനെസ്സിനെ കുറിച്ച് നമ്മൾ ചിന്തിച്ചാൽ പല കാരണങ്ങളും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മുട്ടിനാണ് ഇന്ത്യയിലുള്ള ആൾക്കാരെ നമ്മൾ കൂടുതലും ഈ തേയ്മാനം കൊണ്ടുള്ള പ്രശ്നങ്ങൾ കൂടുതലായിട്ട് കാണുന്നത്. അതുകൊണ്ട് മുട്ടിലിൻ്റെ അകത്തേക്കോ വെളിയിലോട്ടോ മുട്ട് വളയാം. അപ്പോൾ ആ ഒരു സ്ഥിതിയിലേക്ക് എത്തുന്നതിന് മുമ്പേ നമ്മൾ യഥാർത്ഥത്തിൽ ഈ ഒരു പ്രശ്നമുണ്ട് എന്ന് കണ്ടുപിടിച്ചാൽ മുട്ടിലുള്ള ഇതിന് വേണ്ടിയിട്ട് നമുക്ക് കറക്റ്റായിട്ടുള്ള എക്സസൈസുകൾ, നമ്മളുടെ ആഹാര ക്രമീകരണങ്ങൾ വഴിയും അതിനുള്ള മെഡിക്കേഷൻസ് വഴിയും ജീവിതശൈലി മാറുന്ന വഴിയും നമുക്ക് അതിനെ പ്രിവെൻറ്റ് ചെയ്യാം. നമ്മൾ അതല്ല ഒരു സ്റ്റേജ് കഴിഞ്ഞു കഴിഞ്ഞാൽ, അതിൻ്റെ സ്റ്റേജ് 3ലേക്കൊക്കെ എത്തിക്കഴിഞ്ഞാൽ മുട്ടിൽ ഫ്ലൂയിഡ് മാറ്റിവെക്കൽ ഇഞ്ചക്ഷൻ വഴി നമുക്ക് അതിനെ ചികിത്സിക്കാം. അതല്ല മുട്ടിൽ വൈകല്യം വന്നു കഴിഞ്ഞു, മുട്ടുകൾ വളഞ്ഞു കഴിഞ്ഞു, നടക്കാൻ പ്രയാസമായി കഴിഞ്ഞെങ്കിൽ മുട്ട് മാറ്റിവെക്കൽ ശസ്ത്രക്രിയയാണ് അതിനുള്ള പോംവഴി. അടുത്ത ഒരു കാര്യം സെൽഫ് മെഡിക്കേഷനാണ്. സെൽഫ് മെഡിക്കേഷൻ ശരിക്കും പറഞ്ഞാൽ അത് വളരെ ഇന്ത്യയിലോ അല്ലെങ്കിൽ ഏഷ്യയിലെ വളരെ കുറച്ച് കൺട്രീസിലോ ഒക്കെ നടക്കുന്ന ഒരു കാര്യമാണ് സെൽഫ് മെഡിക്കേഷൻ. നമുക്കൊരു ഡെവലപ്ഡ് കൺട്രി അല്ലെങ്കിൽ ഒരു വികസിത രാജ്യത്ത് നമുക്ക് പോയി കഴിഞ്ഞാൽ ഒരു മരുന്ന് കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷൻ വേണം. ഇന്ത്യ മഹാരാജ്യത്ത് അതിൻ്റെ ആവശ്യമില്ല. നമുക്ക് ഓവർ ദ കൗണ്ടറായിട്ട് ഏതെങ്കിലും ഒരു മെഡിക്കൽ ഷോപ്പിൽ പോയി കഴിഞ്ഞാൽ മരുന്ന് മേടിക്കാം. അതുകൊണ്ട് വളരെയധികം പ്രശ്നങ്ങളാണ് ഉണ്ടാകുന്നത്. ഓർത്തോപീഡിക്സിനെ നോക്കിക്കഴിഞ്ഞാൽ വേദന സംഹാരികൾ, സ്റ്റിറോയിഡ്സുമൊക്കെ അവിടുന്ന് ഇവിടുന്നൊക്കെ മേടിച്ച് കഴിച്ച് പല കോംപ്ലിക്കേഷൻസ് ആയിട്ട് കിഡ്നി ഫെയിലിയർ, ലിവർ ഫെയിലിയറായിട്ട് വന്നിട്ടുണ്ട്. വേറൊരു പ്രശ്നം നമ്മൾ കണ്ടത്, ചില പത്രത്തിലെ അഡ്വർടൈസ്മെൻറ്റുകൾ കണ്ടിട്ട് ആൾക്കാർ ചില മരുന്നുകളൊക്കെ കഴിക്കുകയും അതുമൂലം ലിവറിൻ്റെ ഫെയിലിയറായിട്ട് വരികയും ഒക്കെ ചെയ്യുന്നു. വളരെ കോമൺ ആയിട്ട് കാണുന്നുണ്ട്. ഒരു അഡ്വർടൈസ്മെൻറ്റിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ അഡ്വർടൈസ്മെൻറ്റിലെ പകുതി കാര്യങ്ങളും തെറ്റാണ്. മമ്മൂട്ടി സോപ്പ് തേച്ചെന്നും പറഞ്ഞ് നമ്മളാരും മമ്മൂട്ടിയെ പോലെ സുന്ദരനാകാനായിട്ടോ അല്ലെങ്കിൽ മമ്മൂട്ടിയെ പോലെ ചെറുപ്പത്തിലേക്ക് പോകുന്നില്ല. അതിനെതിരെ ഒരാൾ കേസ് കൊടുക്കുകയും ചെയ്തു. അതേപോലെയാണ് പലരും ഇന്ന് മെഡിസിൻസ് വാങ്ങിച്ച് കഴിക്കുന്നത്. പക്ഷേ മുഖത്ത് പുരട്ടുന്നത് പോലെയല്ല അകത്തേക്ക് ചെല്ലുന്ന ഒരു ഗുളിക നമ്മളുടെ അവയവത്തിലുണ്ടാകുന്നത്. എറണാകുളത്തെ തന്നെ ഒരു പ്രശസ്തമായ ഗ്യാസ്ട്രോ എൻട്രോളജി ഡോക്ടർ, ഉദരസംബന്ധത്തിൻ്റെ ഡോക്ടർ അതിനെക്കുറിച്ച് പഠനം നടത്തുകയും അതിനെ കൊണ്ട് ആ മെഡിസിൻസ് പലതും കഴിക്കുന്നത് കൊണ്ട് ലിവറിലും കിഡ്നിക്കും പ്രോബ്ലം വരുന്നുണ്ടെന്ന് സയൻറ്റിഫിക്കായിട്ട് പ്രൂവ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഇതിൽ നോക്കുകയാണെങ്കിൽ നമ്മുടെ ജനറൽ പ്രാക്ടീഷണേഴ്സ്, GPs, ഫാമിലി മെഡിസിൻ ഡോക്ടേഴ്സിനെ നമുക്കൊരു പ്രശ്നമുണ്ടെങ്കിൽ ആദ്യമേ കാണുകയും അവരുടെ ട്രീറ്റ്മെൻറ്റ് ആദ്യമേ എടുക്കുകയും അതിനുശേഷം അവർ നിർദ്ദേശിക്കുകയാണെങ്കിൽ ഒരു സ്പെഷ്യലിസ്റ്റിനെ പോയി കണ്ട് ട്രീറ്റ്മെൻറ്റ് എടുക്കുകയും ചെയ്യണം. നമ്മൾ ആക്ച്വലി വളരെയധികം അനുഗ്രഹിക്കപ്പെട്ട മനുഷ്യരാണെന്ന് ഞാൻ പറയും. ഞാൻ ഓൾമോസ്റ്റ് 4-5 കൺട്രിയിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. അവരൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്കൊരു ജനറൽ പ്രാക്ടീഷനെ കാണുന്നത് തന്നെ നമുക്ക് പാടാണ്. ഒരു സ്പെഷ്യലിസ്റ്റിനെ കാണാൻ ചിലപ്പം 4-5 മാസങ്ങൾ വെയിറ്റ് ചെയ്യണം. നമുക്ക് നേരിട്ട് പോയി ഏത് ദിവസവും ഏത് സ്പെഷ്യലിസ്റ്റിനെയും നമുക്ക് നമ്മുടെ രാജ്യത്ത് കാണാൻ പറ്റും. അപ്പം ഇത്രയും ഫെസിലിറ്റി ഉള്ളപ്പോൾ നമ്മൾ സെൽഫ് മെഡിക്കേഷൻ എടുത്ത് സ്വയമേ സെൽഫ് ഇൻഫ്ലിക്റ്റിംഗ് ഹാംഫുൾ ബിഹേവിയറാണത്. അപ്പം നമ്മൾ സ്വയമേ ഒരു കത്തി എടുത്ത് കുത്തുന്നത് പോലെയാണ് ഈ സെൽഫ് മെഡിക്കേഷൻ ചെയ്യുന്നത്. ഇത്രയും സൗകര്യമുള്ളപ്പോൾ ഡോക്ടേഴ്സിനെ കണ്ടിട്ട് മാത്രമേ മെഡിസിൻസ് കഴിക്കാവുള്ളൂ. അത് സയൻറ്റിഫിക് ആയിട്ടുള്ള മെഡിസിൻസേ കഴിക്കാവുള്ളൂ. മൂന്നാമത്തെ കാര്യം, ഇന്ത്യൻ ഓർത്തോപീഡിക് അസോസിയേഷൻ്റെ ബോൺ ആൻഡ് ജോയിൻറ്റ് ഡേയുടെ സെലിബ്രേഷൻ പ്രകാരമുള്ളത് സ്പോർട്സ് ഇഞ്ചുറീസിൻ്റെ അവയർനെസ്സും അതെങ്ങനെ പ്രിവെൻറ്റ് ചെയ്യാം, അതിനെ എങ്ങനെ സയൻറ്റിഫിക്കായിട്ട് ട്രീറ്റ് ചെയ്യുന്നതിനെക്കുറിച്ചുമാണ്. ഇന്നത്തെ ഒരു സിറ്റുവേഷനിൽ കൊറോണ വന്നപ്പോൾ നമുക്ക് മനസ്സിലായി വ്യായാമം കൊണ്ട് നമ്മളുടെ രോഗപ്രതിരോധ ശേഷി ഭയങ്കരമായിട്ട് ഇമ്പ്രൂവ് ചെയ്യുമെന്ന്. അതുകൊണ്ട് 20s-ലും 30s-ലും ഈവൻ 40s-ലും 50s-ലും ഉള്ളവരെല്ലാവരും ഒരുമാതിരി എല്ലാ ജനറേഷനും ഇപ്പോൾ രാവിലെ എണീറ്റ് നടക്കുകയും പലവിധ ആക്ടിവിറ്റീസിലും ഇൻവോൾവ് ആകുന്നുണ്ട്.
അപ്പോൾ വളരെയധികം കോമൺ ആയിട്ട് നമുക്ക് ഇപ്പോൾ കാണുന്നത് ഈ പെട്ടെന്ന് ഒരാൾ കളിക്കാൻ ഇറങ്ങുക, യഥാർത്ഥത്തിലുള്ള ട്രെയിനിങ്ങോ അല്ലെങ്കിൽ ഒരു സയൻറ്റിഫിക് അപ്രോച്ചോ ഇല്ലാതെ പലരും ഫുട്ബോൾ കളിക്കാൻ പോകുന്നു, ചിലർ ക്രിക്കറ്റ് കളിക്കാൻ പോകുന്നു, ചിലർ അൺസയൻറ്റിഫിക് ആയിട്ടുള്ള ഷൂസുകൾ ഇട്ടുകൊണ്ട് ഓടാൻ പോകുന്നു. അപ്പോൾ ഇതിനെല്ലാം ഒരു കറക്റ്റായിട്ടുള്ള ഒരു ഇപ്പം നമുക്ക് ഓടാനായിട്ട് വേണ്ടിയിട്ടുള്ള സ്പെഷ്യൽ ഷൂസ് ഉണ്ട്. നമ്മുടെ കാലിന് ചുമ്മാതെ വെച്ചോടി കഴിഞ്ഞാൽ കാലിൽ ഉപ്പൂറ്റിക്ക് വേദന വരും. അങ്ങനെ ഓരോ കാര്യങ്ങളും ഓരോ സ്പോർട്സിനുണ്ട്. അത് കോമൺ മനുഷ്യരിലേക്ക് എത്തിക്കുക, അതാണ് വെരി ഇമ്പോർട്ടൻറ്റ്. അതേപോലെ തന്നെ നമ്മൾ കളിക്കാൻ പോകുമ്പോൾ നമ്മൾ എക്സസൈസ് ചെയ്ത് ബോഡി ഒന്ന് വാമപ്പ് ചെയ്ത ശേഷം മാത്രമേ, എന്നാലേ നമ്മളുടെ ബോഡി ആ സമയത്ത് ഒന്ന് റിലാക്സ്ഡ് ആകത്തുള്ളൂ. അല്ലെങ്കിൽ വളരെ ടൈറ്റായിരിക്കും ആ ബോഡി, എല്ലാം മസിൽസൊക്കെ റിലാക്സായി ഒന്ന് വ്യായാമം ചെയ്ത ശേഷം മാത്രമേ ഒരു ഗെയിമിന് ഇറങ്ങാവുള്ളൂ. പിന്നെ ഇതുമൂലം ഉണ്ടാകുന്ന ചില മിഥ്യാധാരണകളുണ്ട്. നമുക്കൊരു സ്പോർട്സ് സെഞ്ചുറി വന്നു കഴിഞ്ഞാൽ പലർക്കും പിന്നെ സ്പോർട്സിലേക്ക് മടങ്ങിപ്പോകാനൊക്കത്തില്ല. അത് വളരെ തെറ്റാണ്. നമ്മൾ ലൂർദ് ആശുപത്രിയിൽ ഓപ്പറേറ്റ് ചെയ്ത പല കായിക താരങ്ങളുണ്ട്. നമ്മുടെ വോളിബോൾ ടീമിൻ്റെ വൈസ് ക്യാപ്റ്റനുണ്ട്, മിസ്റ്റർ കേരളകളുണ്ട്, ബാസ്കറ്റ് ബോൾ ടീമിൽ കളിക്കുന്ന പിള്ളേരുണ്ട്, വോളിബോൾ ടീമുകളുണ്ട്. അവരെല്ലാവരും വീണ്ടും പഴയ ലെവലിലേക്ക് തന്നെ കളിക്കാനായിട്ട് തിരിച്ചു പോകാൻ പറ്റും. അതിന് ചിലർക്ക് നമുക്ക് വ്യായാമം മതിയായിരിക്കും, ഫിസിയോതെറാപ്പി വഴി നമുക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റും. ചിലർക്ക് മെഡിക്കേഷൻ വേണ്ടി വരും, ചിലർക്ക് ചില ഇഞ്ചക്ഷൻസ് ആയിരിക്കും വേണ്ടത്, ചിലർക്ക് നമുക്ക് സർജറി ആയിരിക്കും അതിനുള്ള പരിഹാരം. മിക്കവാറും ഉള്ള എല്ലാ സർജറീസും, സ്പോർട്സ് സെഞ്ചുറീസും കൊണ്ടുണ്ടാകുന്ന സർജറീസിന് നമ്മൾ കീഹോൾ ശസ്ത്രക്രിയ വഴിയാണ് അതിനെ പരിഹരിക്കുന്നത്. ആ യഥാർത്ഥത്തിലുള്ള ട്രീറ്റ്മെൻറ്റ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്ത് കറക്റ്റായിട്ട് അതിനെ നമ്മൾ മനസ്സിലാക്കി സയൻറ്റിഫിക്കായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് അതിന് കൊടുത്താൽ അതിനുശേഷമുള്ള പ്രോപ്പർ റീഹാബിലിറ്റേഷനും ഫിസിയോതെറാപ്പിയും ആഹാര ക്രമീകരണങ്ങൾ വഴി നമുക്ക് വീണ്ടും പഴയതിലും ബെറ്ററായിട്ട് തന്നെ നമുക്ക് ഇപ്പോഴത്തെ ട്രീറ്റ്മെൻറ്റ് വഴി കളിക്കാൻ പോകാൻ പറ്റും. സോ വിഷ് യു എവ്രി വൺ എ ഹാപ്പി ബോൺ ആൻഡ് ജോയിൻ ഡേ വീക്ക്.